ഇന്നത്തെ ഗോസ്പൽ തുടങ്ങുന്നത് തന്നെ പിതാവിൻ്റെ വലിയൊരു ഉറപ്പിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. യേശു പറയും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ വചനം വായിച്ചിട്ട് ഇതിൻ്റെ പേരിലൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയാൽ എന്തായിരിക്കും ഉത്തരം? ക്വസ്റ്റ്യനെയറിൽ ചോദിച്ചവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ, മുട്ടിയവർക്കെല്ലാവർക്കും തുറന്നു കിട്ടിയിട്ടുണ്ടോ, അന്വേഷിച്ചവരൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ടോ എന്ന് 3 ക്വസ്റ്റ്യൻ എഴുതി അതിൽ യെസ് ഓർ നോ ഇടാൻ പറഞ്ഞാൽ എത്ര പേര് ചോദിച്ചതൊക്കെ കിട്ടിയെന്നും അന്വേഷിച്ചതൊക്കെ കണ്ടെത്തിയെന്നും മുട്ടിയതൊക്കെ തുറക്കപ്പെട്ടുവെന്ന് ഉറപ്പിച്ച് പറയും? എനിക്ക് തോന്നുന്നു ഒരു കൂട്ടത്തിൽ നിന്ന് നമ്മളത് ചോദിക്കുകയോ ഒരു റാൻഡം സ്റ്റഡി നടത്തുകയോ ചെയ്താൽ ഒട്ടനവധി പേർക്കും ചോദിച്ചിട്ട് കിട്ടാത്തതിൻ്റെയും അന്വേഷിച്ചിട്ട് കണ്ടെത്താത്തതിൻ്റെയും മുട്ടിയിട്ട് തുറക്കാത്തതിൻ്റെയും കഥകളായിരിക്കും പറയാനുണ്ടാവുക. കാര്യം, ചോദിക്കാതെ കിട്ടിയതിനെക്കുറിച്ച് നമ്മൾ അവെയറല്ല, പക്ഷേ ചോദിച്ചിട്ട് കിട്ടാത്തതിനെക്കുറിച്ച് നമ്മൾ വളരെ അവെയറാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മൾ ചോദിച്ചിട്ട് കിട്ടാതെ പോയ കാര്യങ്ങളെക്കുറിച്ച്, അന്വേഷിച്ചിട്ട് കണ്ട് കിട്ടാതെ പോയ കാര്യങ്ങളെക്കുറിച്ച്, മുട്ടിയിട്ട് തുറക്കാതെ പോയ വാതിലുകളെക്കുറിച്ച്. ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്കുണ്ടാവും. എന്നിട്ട് എന്തുറപ്പിലാണ് യേശു ഇത് പറയുന്നത്? ആ ഒരു ഉറപ്പ് തിരിച്ചറിയണമെങ്കിൽ ഇന്ന് തൊട്ടടുത്ത വചനങ്ങൾ വായിക്കുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾക്ക് ഒരു വെളിച്ചം കിട്ടുമെന്ന് തോന്നുന്നു. അതിങ്ങനെയാണ്, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? എന്തൊരു ചോദ്യമാണല്ലേ. കാര്യം, ഈ ചോദ്യത്തിൽ തന്നെ വ്യക്തമാണ് അപ്പനെല്ലാം അറിയാം, എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണമെന്ന് അപ്പന് നന്നായിട്ടറിയാം. ഈ ചോദിക്കുന്നതിൽ പ്രശ്നമില്ല, അന്വേഷിച്ചതിലും പ്രശ്നമില്ല, മുട്ടിയതിലും പ്രശ്നമില്ല. പക്ഷേ ചില സമയത്ത് നമ്മൾ ചോദിക്കുന്നതും അന്വേഷിക്കുന്നതും മുട്ടുന്നതിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അപ്പം എന്ന് കരുതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലിനെയാണ്, മീനെന്ന് കരുതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പാമ്പിനെയാണ്. ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പന് വളരെ വ്യക്തമാണ് ഇതവൻ ആപത്തിലേക്ക് നയിക്കുന്നതാണ്, ഇതുകൊണ്ട് അവനൊരു ഗുണമില്ല, അതുകൊണ്ട് അപ്പൻ ചോദിച്ചിട്ട് തരില്ല, ചിലപ്പോൾ മുട്ടിയിട്ട് തുറക്കില്ല, ചിലപ്പോൾ അന്വേഷിച്ചിട്ട് നമ്മൾ കണ്ടെത്തില്ല. ഇത് അപ്പനറിയാം. പക്ഷേ മക്കളായ നമുക്ക് ചില കാര്യങ്ങൾക്ക് വ്യക്തതയില്ല. നമ്മൾ അപ്പമാണെന്ന് കരുതി കല്ലിനെയും മീനാണെന്ന് കരുതി പാമ്പിനെയും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ് കിട്ടാതെ പോയത്. പക്ഷേ കിട്ടിയ കാര്യങ്ങളുടെ കണക്കുകൾ നമ്മളാരും കണക്ക് പുസ്തകത്തിൽ ചേർത്ത് വയ്ക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ചേർത്ത് വയ്ക്കാത്ത ചില കണക്ക് ഉണ്ടായിരിക്കുമ്പോഴും ചേർത്ത് വയ്ക്കേണ്ട ചില കണക്കുകളുണ്ട്. അതാണ് ഒരപ്പൻ നമുക്ക് നൽകിയ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും കണക്ക്. ഇക്കാലം അത്രയും ജീവിതത്തിൽ എന്തുമാത്രം കൃപകളാണ് നമുക്ക് നൽകപ്പെട്ടതല്ലേ. ഒന്ന് ഓർത്ത് നോക്കി, ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ ഒത്തിരി വേദനിപ്പിക്കുന്ന വാർത്തകൾ കാണുന്നുണ്ട്. എത്ര മക്കളാണ് ലഹരി മരുന്നിന് അടിമയായിരിക്കുന്നത്? എത്ര മക്കളാണ് വിദ്യാഭ്യാസം പാതിയിൽ മുടങ്ങി പ്രണയവിവാഹത്തിലൊക്കെ ഇറങ്ങി ജീവിതം നശിപ്പിച്ച് കളഞ്ഞത്? എത്ര കുടുംബങ്ങളാണ് ചിന്നിച്ചിതറിപ്പോയത്? ഇങ്ങനെ ചുറ്റും നടക്കുന്ന ഒത്തിരിയേറെ വാർത്തകൾ നമ്മൾ ഒത്തിരിയധികം സങ്കടപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമ്മളുടെ കുടുംബത്തിലൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇത്ര ഗൗരവകരമായ പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയധികം വേദനിക്കാൻ തക്ക വിധത്തിലും ഇനി ഒരിക്കലും ഈ കണ്ണീര് മാറില്ല എന്ന വിധത്തിലൊന്നും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളില്ല. പ്രിയമുള്ളവരെ, ചോദിച്ചിട്ട് ലഭിക്കാതെ പോയതും അന്വേഷിച്ചിട്ട് കിട്ടാതെ പോയതും മുട്ടിയിട്ട് തുറക്കാതെ പോയതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് തോന്നുമ്പോഴും ചോദിക്കാതെ തന്നെ തന്നതിൻ്റെയും അന്വേഷിക്കാതെ തന്നെ നമ്മുടെ കൺമുമ്പിൽ കൊണ്ട് വച്ചതിൻ്റെയും മുട്ടാതെ തന്നെ ആ വാതിൽ തുറന്നിട്ടതിൻ്റെയൊക്കെ ഒരു കണക്ക് തമ്പുരാൻ്റെ പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഒരു കരുതലിൻ്റെ കഥ ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കരുതലിൻ്റെ കഥയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ബാധ്യത എന്താണ്? ദൈവവും നമ്മളുമായിട്ട് ഈ ചോദിക്കുന്നതിൻ്റെയും തരുന്നതിൻ്റെയും കണക്കുകൾ പറയുമ്പോൾ ഇനി നമ്മുടെ ചുറ്റും ചില സഹോദരങ്ങളുണ്ട്. ആ സഹോദരങ്ങളെക്കുറിച്ചുള്ള കാര്യത്തിൽ ക്രിസ്തു കുറച്ചും കൂടി കൺസേൺ കാണിക്കുന്നു. കൺസേൺ ഇതാണ്: മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന കരുതലും സ്നേഹവും ഒക്കെ ഔദാര്യമാണ്. ഈ ഔദാര്യം നിങ്ങൾ കൂടെ നിൽക്കുന്ന ചില മനുഷ്യർക്ക് നൽകാനുള്ള ബാധ്യതയുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് കരുതലും സ്നേഹമൊന്നുമല്ല, പക്ഷേ നിങ്ങളവർക്ക് കൊടുക്കേണ്ടത് ഈ കരുതലും സ്നേഹവും ഒക്കെയാണ്. അങ്ങനെയാണ് ഈ മുകളിൽ നിന്ന് കിട്ടിയ കാര്യത്തെ ഈ ചുറ്റും പരത്തുവാനുള്ള ഒരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അങ്ങനെയാണ് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരും തൻ്റെ സ്നേഹവും വിശ്വാസവും കരുതലൊക്കെ പ്രകാശിപ്പിക്കേണ്ടെന്ന് തോന്നുന്നു. തപസ്സുകാലം നമ്മളെ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്നത് ഈ സഹോദരനുമായുള്ള ബന്ധത്തിൻ്റെ കണക്കുകളെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, കർത്താവ് വളരെ കരുതലോടെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കരുതലിനെ കുറച്ചും കൂടി കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് കുറച്ചും കൂടി സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ പഠിപ്പിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രമേലെന്നെ സ്നേഹിച്ചിടുവാനെന്നിൽ എന്തുള്ളു യോഗ്യതനാഥ, ഇത്രമേലെന്നെ കരുതിയിടുവാനെന്നിൽ
വഴിയേതെന്നറിയാതെ മിഴിനീരിൽ കുതിരാതെ വഴി കാട്ടും നൽദീപമായി അണഞ്ഞുവല്ലോ. വഴിയേതെന്നറിയാതെ മിഴിനീരിൽ കുതിരാതെ വഴി കാട്ടും നൽദീപമായി അണഞ്ഞുവല്ലോ. നിന്നിച്ചവൻ മുൻപിൽ മാനിച്ചവനെ, ശ്രേഷ്ഠമാം ദാനത്താൽ നിറച്ചവനെ. നിന്നിച്ചവൾ മുന്നിൽ മാനിച്ചവനെ, ശ്രേഷ്ഠമാം ദാനത്താൽ നിറച്ചവനെ. യോഗ്യനായി കർത്തനായി നീ മാത്രമേ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചിടുവാൻ എന്നിൽ എന്തുള്ളു യോഗ്യത നാഥ. ഇത്രമേൽ എന്നെ കരുതിയിടുവാൻ എന്നിൽ എന്തുള്ളു കാമ്യമായി നാഥ. ഒരു നാളും മകലാതെ കരുതും നീ കനിവോടെ, തിരുനാമം നൽകിതമായി പകർന്നുവല്ലോ. ഒരു നാളും മകലാതെ കരുതും നീ കനിവോടെ, തിരുനാമം നൽകിതമായി പകർന്നുവല്ലോ. ഇനി എന്റെ ജീവനിൽ തുണയായി വരാം, മറയാത്ത സ്നേഹമായി നിന്നുമേ. ഇനി എൻ്റെ ജീവനിൽ തുണയായി വരാം, മറയാത്ത സ്നേഹമായി എന്നെന്നുമേ. യോഗ്യനായി കർത്തനായി നീ മാത്രമേ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചിടുവാൻ എന്നിൽ എന്തുള്ളു യോഗ്യത നാഥ. ഇത്രമേൽ എന്നെ കരുതിയിടുവാൻ എന്നിൽ എന്തുള്ളു കാമ്യമായി നാഥ. ഒരു നാളും മകലാതെ കരുതും നീ കനിവോടെ, തിരുനാമം നൽകിതമായി പകർന്നുവല്ലോ. ഒരു നാളും മകലാതെ കരുതും നീ കനിവോടെ, തിരുനാമം നൽകിതമായി പകർന്നുവല്ലോ.